നമസ്കാരം. അമേരിക്ക ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന ചബഹാർ തുറമുഖത്തിന്റെ ഗതാഗത വിലക്ക് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇത് നീക്കം ചെയ്യാനുള്ള തീരുമാനത്തോടെ ലോക നയതന്ത്ര വേദിയിൽ ഇന്ത്യക്ക് വലിയ വിജയം കൈവന്നു. ഇറാൻ വഴിയുള്ള ചബഹാർ പോർട്ട് ഏഷ്യൻ വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയുടെ പുതിയ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘദർശിയായ വിദേശ നയത്തിന്റെ ഫലമാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയാം. പാശ്ചാത്യ രാജ്യങ്ങൾക്കും മധ്യേഷ്യയ്ക്കുമിടയിൽ ഇന്ത്യക്കായി പുതിയ വ്യാപാര പാത തുറക്കുമ്പോൾ ഈ നീക്കം പാകിസ്ഥാന്റെ ഭൗമതന്ത്ര സ്വപ്നങ്ങൾ തകർത്ത് ഇന്ത്യയെ മുൻനിരയിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മോദിയുടെ വ്യക്തിപരമായ നയതന്ത്ര നിപുണതയും അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ പുനർനിർമ്മിച്ച ശേഷമുള്ള ധൈര്യമായ ഇടപെടലുകളും ഇതിനു പിന്നിലുണ്ട്. ഒരിക്കൽ ഇന്ത്യക്കെതിരെ കടുപ്പമായ നിലപാട് സ്വീകരിച്ചിരുന്ന ട്രംപ് തന്നെ ഇപ്പോൾ മോദിയുടെ മുന്നിൽ നയതന്ത്രികമായി മുട്ടുമടക്കേണ്ടി വന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതീകം. ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് US ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് ഒടുവിൽ വഴങ്ങിയിരിക്കുകയാണ് US. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖമാണ് ചബഹാർ. തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ ഇന്ത്യ വലിയ തോതിൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചബഹാറിനെ US അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ഉപരോധം ചബഹാർ തുറമുഖത്തിനും ബാധകമാക്കിയത് ഇന്ത്യക്ക് വൻ തിരിച്ചടിയായിരുന്നു. തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങേണ്ട സാഹചര്യമാണ് ഉയർന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടിയും മരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയും ഇന്ത്യ ഉപരോധ ഇളവ് തുടരണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. അടുത്ത വർഷം ആദ്യം വരെയാണ് ഇപ്പോൾ US ഉപരോധ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് നേരിട്ടെത്താവുന്ന പ്രവേശന കവാടമാണ് ചബഹാർ എന്നതും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ, റഷ്യ, മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായും ഇന്ത്യക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ ഈ തുറമുഖം സഹായകരമാണ്. യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കവും ഇതുവഴി ഇന്ത്യ നടത്തുന്നുണ്ട്. അമേരിക്ക ഇറാനുമേൽ 2018 ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് ചബഹാറിനെ ഒഴിവാക്കിയിരുന്നു. തുറമുഖത്ത് നിക്ഷേപമുള്ള ഇന്ത്യക്ക് അത് വലിയ ആശ്വാസമായിരുന്നു. ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും നേരത്തെ ഒപ്പുവെച്ചതോടെയാണ് ഇന്ത്യ ചബഹാറിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത്. 2016 മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു അത്. ചബഹാറിലെ ഷാഹിദ് ബഹ്ഷദി ടെർമിനലിന്റെ ആദ്യ വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി. 2018 മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണം. 2014 തന്നെ ഇന്ത്യ ഇറാനുമായി ചബഹാറിൽ നിയന്ത്രണത്തിലുള്ള 10 വർഷ കരാറിൽ ഒപ്പുവെച്ചു. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുമുണ്ടായിരുന്നു. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചു. തുറമുഖത്തിനും ഉപരോധം വന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങളും തുലാസിലായിരുന്നു. 5 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകുന്ന വിധം ശേഷിയിലേക്ക് ഉയർത്തുകയാണ് ചബഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യ. നിലവിൽ ശേഷി 1 ലക്ഷം TEU ആണ്. പുറമെ ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയ ഭാഗത്തുകൂടി കടന്നു പോകുന്ന വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയും നിർമ്മിക്കുന്നുണ്ട്. ഇരു പദ്ധതികളും 2026 മധ്യത്തോടെ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ ഗ്വാദർ തുറമുഖത്തിന്റെ നിയന്ത്രണവുമായി അറബിക്കടലിലെ സ്വാധീനം ശക്തമാക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട്. ഗ്വാദറിൽ നിന്ന് 140 കിലോമീറ്റർ മാത്രം അകലെ ഗൾഫ് ഓഫ് ഒമാന്റെ തീരത്തുള്ള ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യ നേടിയത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ ക്ഷീണമായ സംഭവമാണ്. അമേരിക്ക ചബഹാറിന് വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയത് ഈ മേഖലയിൽ ഇന്ത്യക്കുള്ള മുൻതൂക്കത്തെ ബാധിച്ചിരുന്നു. ഉപരോധം തുടർന്നിരുന്നുവെങ്കിൽ ചരക്കു നീക്കത്തിൽ പാകിസ്ഥാൻ ഇത് നേട്ടമാവുമായിരുന്നു. പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി വാണിജ്യ ഇടപാട് നടത്താൻ ഇത് വലിയ സഹായകരമാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇതിനിടെ സ്വന്തം സർക്കാരിനെ മറികടന്ന് ട്രംപുമായി നേരിട്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളും മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാസ്നി എന്ന പ്രദേശത്ത് പുതിയ തുറമുഖം സംയുക്ത സംരംഭമായി ഒരുക്കാമെന്ന ആശയം അസീം മുനീർ അടുത്തിടെ US മുന്നിൽ വെച്ചിരുന്നു. പാസ്നിയിൽ നിന്ന് 150 കിലോമീറ്ററോളം മാത്രം അകലെയാണ് ചബഹാർ. അപൂർവ ധാതുക്കളുടെ വിൽപ്പനയിൽ അമേരിക്കയെ പങ്കാളിയാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മുനീറിന്റെ തുറമുഖ ഓഫർ. എന്നാൽ അമേരിക്ക ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ പോലെ ഒരു നെറുകെട്ട രാജ്യവുമായി യാതൊരുവിധ കരാറിനും അമേരിക്ക തയ്യാറാകാനുള്ള സാധ്യതയുമില്ല. അതേസമയം ഇന്ത്യയെ ഒരു സാഹചര്യങ്ങളിലും കൈവിടാനും ട്രംപിന് കഴിയില്ല എന്നത് ഇതോടെ വ്യക്തമാവുകയാണ്.
ചബഹാർ തുറമുഖം വഴിയുള്ള ഗതാഗത വിലക്ക് നീക്കം ഇന്ത്യയുടെ ഒരു വ്യാപാര വിജയം മാത്രമല്ല, അത് മോദിയുടെ നയതന്ത്ര ബുദ്ധിയും ആഗോള നേതൃത്വ ശേഷിയും തെളിയിക്കുന്ന ചരിത്രം കൂടിയാവുകയാണ്. ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയത്തിന്റെ ഫലമായി ലോക ശക്തികൾക്ക് പോലും മോദിയുടെ നിലപാടുകൾ അംഗീകരിക്കാതെ വഴിയില്ല എന്ന് ഈ സംഭവ വികാസം തെളിയിക്കുന്നു. പാകിസ്ഥാന്റെ പ്രത്യാശകളും ആസൂത്രണങ്ങളും ഇതോടെ തകർന്നടിഞ്ഞപ്പോൾ ഇന്ത്യ പുതു ഉയരങ്ങളിലെത്തി. ലോകം ഇന്ന് കാണുന്നത് ഒരു ശക്തമായ ഇന്ത്യയാണ്. നയതന്ത്രത്തിൽ വിജയിക്കുകയും ശത്രുക്കൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയും ചെയ്യുന്ന മോദിയുടെ ഇന്ത്യയെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച